റിഫായി മാലങ്ങൾ എടുത്ത രണ്ടുപേരും ഞാൻ പാടാം. കഴിഞ്ഞ നമ്മൾ മുഹിയദ്ദീമാല പാടിയല്ലോ. അതിൽ കാണാ, സ്വർഗം എനക്കും എൻ വയ്യാൽ തുടർന്നോർക്കും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ. സോഷ്യൽ മീഡിയ യുഗത്തിൽ പറയാൻ പറ്റുമോ? അതായത് മഹാനരായ റിഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ ഉമ്മക്ക് പ്രസവവേദന വന്നു, പ്രസവിക്കാൻ നേരായി. റിഫായി ശൈഖ് പറയാണെന്ത്, ഞാൻ ഇവിടെ നിന്നാണ് ഇറങ്ങണമെങ്കിൽ എനിക്കും എന്റെ കൂടെ തുടർന്നോൽക്കും സ്വർഗം ഉറപ്പു തരണം, അല്ലെങ്കിൽ ഞാൻ വരൂല. എത്ര വഹാബി കളിയാക്കി, എന്തെല്ലാം പറഞ്ഞു നമ്മൾ മാറ്റിയത്. ആ വാശി അങ്ങോട്ട് പിടിച്ചപ്പോ എന്താണ്ടായത്, അവർക്കെന്ന് 4 സുവർഗം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ പിറന്ന് വളർന്നോവർ. സ്വർഗം കിട്ടിയാലേ ഇറങ്ങിയുള്ളൂ എന്നാ റിഫായി ശൈഖ് പറഞ്ഞ്. അല്ല സ്വർഗാണ് കൊടുത്ത്, 4 സ്വർഗം ഒന്നിച്ചു കൊടുത്തു. സോഷ്യൽ മീഡിയ യുഗത്തിൽ പറയാൻ പറ്റുമോ? സംശയം ജനിപ്പിക്കുന്നുണ്ടോ? ഇനി കുറച്ചുകൂടി അപ്പുറത്ത് പോയാൽ കാണാ, റിഫായി ശൈഖ് തന്നെ മറ്റുള്ളവർക്ക് സ്വർഗം കൊടുക്കുന്നു. ഇസ്മായിൽ എന്നോരിൽ ചോദിച്ചോരു തോഫ് ആയ വിലക്ക് തരുമോന്ന് കേട്ടോവർ, ദുനിയാവിലുള്ള മുതലെന്നിൽ വേണ്ടാന്ന് ദുഷ്കമായി 4 സുവർഗം കൊടുത്തോവർ. ഇസ്മായിൽ എന്നവർക്കല്ലേ ഒരു തോട്ടം വാങ്ങി പകരം കൊടുത്തത് സ്വർഗമാണ്. മഹാനരായ അഹ്മദുൽ കബീർ ദിഫാഇ. എങ്ങനെയുണ്ട്, അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ലോകത്ത് മഹാനരായ മടവൂർ ശൈഖുനയും അവരുടെ മുമ്പ് ജീവിച്ച മുഴുവൻ മഹാന്മാരും അവരുടേതായ സംഭവങ്ങളിലൊക്കെയും എഴുതി വെച്ചതാ.